ആലപ്പുഴയിലെ ചേർത്തലയിൽ ഒരു കള്ളനുണ്ട്. കോൺഗ്രസ് ഖദറണിഞ്ഞ കള്ളൻ എം.എ. സാജു. വെറും കള്ളനല്ല, പാവപ്പെട്ടവർക്ക് നൽകുന്ന ഭക്ഷ്യക്കൂപ്പൺ അടിച്ചുമാറ്റിയ കള്ളൻ. കഥ ഇങ്ങനെയാണ്. ഈ കോൺഗ്രസുകാരനായ സാജു ആലപ്പുഴയിലെ ചേർത്തല നഗരസഭയിലെ കൗൺസിലറാണ്. കേരളത്തെ അതിദാരിദ്ര്യമുക്തമാക്കാൻ സംസ്ഥാന സർക്കാർ നടപ്പിലാക്കിയ ഒരുപാട് പദ്ധതികളിൽ ഒന്നാണ് ഈ ഭക്ഷ്യക്കിറ്റ് കൂപ്പൺ. ഈ കൂപ്പണാണ് ഈ ബിരുദൻ തട്ടിയെടുത്തത്. സർക്കാരിൽ നിന്നും ആള് വന്ന് തിരക്കിയപ്പോഴാണ് എനിക്ക് കൂപ്പൺ ഉണ്ടായിരുന്നു എന്നറിഞ്ഞത്. ഇങ്ങനെ ഒരു മറുപടിയാണ് ഭക്ഷ്യക്കിറ്റ് ലഭിക്കേണ്ടിയിരുന്ന ഉടമ പറഞ്ഞത്. അതിദാരിദ്ര്യ പട്ടികയിൽ ഉൾപ്പെട്ട അനന്തകുമാറിന്റെ പട്ടിണി മാറ്റാൻ സംസ്ഥാന സർക്കാർ അനുവദിച്ച ഈ കൂപ്പൺ 2023 ഡിസംബർ മുതൽ കഴിഞ്ഞ മാസം വരെ കൗൺസിലർ തന്നെയാണ് വാങ്ങിച്ചത്. പാവപ്പെട്ടവരുടെ കണ്ണീരിൽ പോലും കൈയിട്ട് വാരുന്ന കോൺഗ്രസിന്റെ ഒരു നെറികെട്ട കഥയാണിത്. എന്നാൽ ഇവിടുത്തെ മുഖ്യധാര മാധ്യമങ്ങൾ എന്ന് അവകാശപ്പെടുന്ന മാധ്യമങ്ങളൊന്നും ഇതുവരെ അറിയാത്ത മട്ടിലാണ്. ഇനി ഓമനക്കുട്ടൻ എന്ന പേര് പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് ഓർമ്മയില്ലേ? എന്നാൽ ചില മാധ്യമങ്ങൾക്ക് ഇപ്പോ അങ്ങനെ ഒരു പേര് ഓർമ്മയില്ല. കഴുകന്മാർ കൊത്തിവലിക്കുന്ന പോലെ ഇന്നാട്ടിലെ മുഖ്യധാര മാധ്യമങ്ങൾ അന്തിച്ചർച്ചയിൽ ഓമനക്കുട്ടൻ എന്ന പേര് പറഞ്ഞുകൊണ്ടിരുന്നു. കള്ളനായ ഓമനക്കുട്ടൻ എന്നാണ് അവർ പറഞ്ഞത്. എന്നാൽ 2019 പ്രളയകാലത്താണ് ആലപ്പുഴ ചേർത്തല തേക്കു പഞ്ചായത്ത് 6ാം വാർഡ് ദുരിതാശ്വാസ ക്യാമ്പിലെ ഭക്ഷ്യസാധനങ്ങൾ തീർന്നതോടെ ഓമനക്കുട്ടൻ മുൻകൈയെടുത്ത് ക്യാമ്പിലേക്ക് സാധനങ്ങൾ എത്തിച്ചത്. എന്നാൽ ഓട്ടോയ്ക്ക് കൊടുക്കാൻ കയ്യിൽ പണമില്ലാതെ വന്നതോടെ ക്യാമ്പിലുള്ളവരിൽ നിന്നും പണം ശേഖരിച്ച് ഓട്ടോ കൂലി നൽകി. ഇത് മാധ്യമങ്ങൾ കൊട്ടി ആഘോഷിച്ചു. പണപ്പിരിവ് നടത്തി എന്നൊക്കെ ആക്കി തീർത്തു. കാരണം എന്താണെന്ന് അറിയാമോ? ഓമനക്കുട്ടൻ ഇടതുപക്ഷക്കാരനാണ്, CPIM ലോക്കൽ കമ്മിറ്റി അംഗമാണ്. അതുകൊണ്ട് മാത്രമാണ് അന്ന് കെട്ടിച്ചമച്ച കള്ളവാർത്ത ഈ മാധ്യമങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത്. സത്യാവസ്ഥ മനസ്സിലാക്കിയപ്പോൾ ഒരു കോളം വാർത്തയിൽ ഒതുക്കി. ഇതാണ് ഇന്നത്തെ മാധ്യമ പ്രവർത്തനം. ചുരുക്കം ചില മാധ്യമങ്ങളെ മാറ്റി നിർത്തിയാൽ സ്വയം പ്രഖ്യാപിത മുഖ്യധാര മാധ്യമങ്ങളെ നിങ്ങൾ അപ്പുറത്ത് നിൽക്കുന്നത് ആരെന്ന് നോക്കി കളം മാറിച്ചാടി വാർത്തകൾ വളച്ചൊടിക്കുകയും ചില നേരങ്ങളിൽ അതുപോലെ വാർത്തകൾ മുക്കുകയും ചെയ്യുന്ന മാധ്യമ പണിയാണ് ഇന്ന് എടുത്തുകൊണ്ടിരിക്കുന്നത്.